നമസ്കാരം. എഫ് എക്സ്ട്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ ആർസണൽ ബാർസലോണയിലൊക്കെ നല്ല മാച്ചുകൾ നടപ്പുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഇഷ്ടം പോലെ മറ്റ് മാച്ചുകളും ഉണ്ടായിരുന്നു. ഇന്നലെ അടിപൊളി ഗോൾ ഫെസ്റ്റുകളായിരുന്നു. 43ഓളം ഗോളുകൾ വന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. ഇന്നലെ ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ ആർസണൽ പന്നിക്കിടുന്ന കണ്ടു. അതുപോലെ തന്നെ ബാർസലോണ ഒളിമ്പിയാക്കോസിനെ 6 കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റ് കുറേ ഹൈ സ്കോറിംഗ് മാച്ചുകളുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളും മുമ്പ് നമുക്ക് സിറ്റിയുടെ മാച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കാം. സിറ്റി ഇന്നലെ വി ആർ എല്ലിനെ ഹോമിൽ ചെന്നിട്ട് 2-0 തോപ്പിച്ചിട്ടുണ്ട്. ഇവഞ്ചൊരു ഒരു കംഫർട്ടബിൾ വിൻ തന്നെയാണ്. ഫസ്റ്റ് ഹാഫിൽ നേടിയ 2 ഗോളുകളിലാണ് സിറ്റി വിജയമായിട്ട് പോയത്. എർലിംഗ് ഹാളൻഡ് ആസ് യൂഷ്വൽ രക്ഷയില്ലായിരുന്നു. എർലിംഗ് ഹാളൻഡിൻ്റെ ഫിനിഷ് നമ്മൾ കണ്ടു. അത് സെറ്റപ്പ് ചെയ്തതിൽ സവീനോ പ്ലേയുടെ ഹ്യൂജ് റോൾ. സവീനോയുടെ പാസ് ടു നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റിക്കോ ലൂയിസ് ടു കട്ട് ചെയ്യുന്നു ടു എർലിംഗ് ഹാളൻഡ് ഒന്ന് ഫിനിഷ് ചെയ്യണം. സെക്കൻഡ് ഗോളിനും നിങ്ങൾക്ക് കാണാം സവീനോയുടെ കാലിലാണ് ബോൾ. ക്രോസ് ഇൻ ടു ദ ബോക്സ്. അവിടെ ബെറാണോ ഫ്രീ ആയിട്ട് വന്ന് അവിടെ ഹെഡർ വിൻ ചെയ്യണം. റെനാറ്റോ വേഗയുടെയും മറ്റ് ഡിഫൻഡേഴ്സിനെയൊക്കെ മോശം പീസ് ഓഫ് ഡിഫെൻഡിങ് അവിടെ മാർക്ക് പോലും ചെയ്യുന്നില്ല. ഫ്രീ ആയിട്ട് ബെറാണോ സിൽവ വന്ന് റൺ ചെയ്ത് വന്ന് ഹെഡറിലൂടെ 2-0 ലീഡാക്കുകയാണ്. കംഫർട്ടബിളി കളി പോകുന്നൊരു സിനാരിയോ ആയിരുന്നു. ഇപ്പം ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. റിക്കോ ലൂയിസിനെയാണ് നമ്പർ 10 റോളിൽ സ്റ്റാർട്ട് ചെയ്തത്. ഓൾമോസ്റ്റ് ബാക്കി കുറച്ച് പ്ലേയേഴ്സിനൊക്കെ റെസ്റ്റ് കൊടുക്കുന്ന സിനാരിയോ നമ്മൾ കണ്ടു. സവീനോ ഇന്നലെ റിയലി ത്രെട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നിക്കോ ഗോൺസാലസിൻ്റെ കിടിലം പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ 57-ാം മിനിറ്റിൽ ആർക്ക് ഇഞ്ചറി പറ്റിപ്പോയി. പകരം കോവിസിച്ച് വന്നു. നിക്കോ ഗോൺസാലസ് ശരിക്കും നല്ലപോലെ കളിക്കുന്നുണ്ട്. ഇപ്പം റോഡറി ഇല്ലാത്ത സമയത്ത് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ കോവസിച്ച് വന്നതിന് ശേഷം നമ്മൾ കണ്ടു കുറച്ച് സിറ്റി ഓപ്പൺ ആവുന്നതാണ്. ഇപ്പം കോവസിച്ചിന് ആ ഒരു നമ്പർ 6 റോൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പുള്ളിയുടെ സ്ട്രെങ്ത് അതല്ല. ഇനി നിക്കോ ഗോൺസാലസിൻ്റെ ഇഞ്ചറി സീരിയസ് അല്ല എന്നാണ് നിൽക്കുന്നത്. പക്ഷേ ഗോൺസാലസും വെളിയിരിക്കേണ്ട സിനാരിയാണ്. റോട്ടറി അവൈലബിൾ ആകാത്ത സിറ്റുവേഷനെങ്കിൽ കോവസിച്ച നമ്പർ 6 റോൾ ഇറങ്ങുമ്പം സിറ്റി കുറച്ച് സ്ട്രഗിൾ ചെയ്യാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് ഹാഫിലാണെങ്കിലും 2-3 സിനാരിയോസ് ക്രിയേറ്റ് ചെയ്തു. സെക്കൻഡ് ഹാഫിൽ ദർ വെയർ മോമെന്റ്സ് ഫോർ വി ആർ എൽ. ഒരു ഗെയ്യുടെ ഒരു നല്ല ഷോട്ട് ഡൊണറൂമ റൊട്ടീൻ സേവാണ്. പക്ഷേ നല്ല സേവ് ആയിരുന്നു. കൂടാതെ ഫോളോ അപ്പിൽ പെപ്പയുടെ ഹെഡർ വൈഡിലൂടെ പോകുന്നുണ്ട്. പിന്നെ റെനാറ്റോ വേഗയുടെ ഒരു ഹെഡർ 90 മിനിറ്റ് തൊട്ട് മുമ്പ് ബാറി തട്ടി പോകുന്ന ഒരു സിനാരിയോ നമ്മളുണ്ട്. 1-2 ഹാഫ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. മാച്ച് സ്റ്റാറ്റിസ്റ്റിക്കലി ആണ് ഓൾമോസ്റ്റ് ഈക്വൽ ആണ് എക്സിയുടെ കാര്യത്തിലൂടെ വരുമ്പോൾ. സെക്കൻഡ് ഹാഫ് കുറച്ച് ചാൻസുകൾ വി ആർ എൽ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഫസ്റ്റ് ഹാഫിലെ വി ആർ എല്ലിൻ്റെ പെർഫോമൻസ് റിയലി മോശമായിരുന്നു. ഓവർ പ്രൊട്ടക്റ്റീവ് ആകാൻ നോക്കി അത് പണിപാളി. സെക്കൻഡ് ഹാഫിലൂടെ വന്നപ്പോൾ കുറച്ച് 2 ഗോൾ പുറകെ പോയല്ലോ. കുറച്ച് ഓപ്പൺ ആവണമെന്നായി. അത് കുറച്ചുകൂടെ അറ്റാക്കിംഗ് മൈൻഡ് കാണിച്ചു. നിക്കോ ഗോൺസാലസ് പിച്ചില്ലാതെ കാണാനുണ്ടായിരുന്നു. ഒരു പ്രോപ്പർ നമ്പർ 6ൻ്റെ അഭാവം സിറ്റിക്ക് സെക്കൻഡ് ഹാഫിലുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് മറ്റു മാച്ചിലോട്ട് വരുമ്പോഴേക്കും അവിടെ വീണ്ടും ഒരു ഗോൾ ഫസ്റ്റ് നടന്നൊരു മത്സരം മറ്റൊന്നുമല്ല. PSG ലെവർകൂസൻ്റെ ജർമ്മനി ചെന്നിട്ട് ഹോമിൽ ചെന്നിട്ട് 7-2 തോപ്പിച്ചിട്ടുണ്ട്. ഇതൊരു രസകരമായ മാച്ചായിരുന്നു. ആൻഡ്രിച്ചിന് റെഡ് കാർഡ് കിട്ടുന്നു. പിന്നെ സബ്രാനിക്ക് റെഡ് കാർഡ് കിട്ടുന്നു. 2 ടീമും 10 പേരെ മാറുന്നു. ഗ്രിമാൾഡോ പെനൽറ്റി മിസ് ചെയ്യുന്നു. ഇപ്പോൾ ലൈനപ്പ് കാണാം. ഓൾമോസ്റ്റ് കുറേ ഇഞ്ചറി കൺസേൺസ് കാരണം മയൂലുവിനൊക്കെയാണ് മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തത്. മയൂലു, വിറ്റീന, സയർ എമറി മിഡ്ഫീൽഡ് 3 സ്റ്റാർട്ട് ചെയ്തത്. ബാലൻഡിയോർ ഡെമ്പലെ ഇഞ്ചറിക്ക് ശേഷം ബാലൻഡിയോറൊക്കെ നേടിയതിനു ശേഷം ഇറങ്ങിയ ഫസ്റ്റ് മാച്ചിൽ ആൾ ഗോളും സ്കോർ ചെയ്യുന്ന സിനാരി നമ്മളുണ്ട്. ഇന്നലെ ഡോയൻ്റെ 2 കിടിലൻ ഗോൾ ഉണ്ടായിരുന്നു. അതുപോലെ പാച്ചോ ഗോൾ സ്കോർ ചെയ്തു. കവറസ്കേലയുടെ ഔട്ട് സൈഡ് ബോക്സ് ഷോട്ട് ഗോൾ ഉണ്ടായിരുന്നു. എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ന്യൂനോ മെൻഡസിൻ്റെ ഗോൾ വന്നു. പിന്നെ നമ്മുടെ ഡെമ്പല്ലയുടെ ഒരു ഗോളും വന്നു. ന്യൂനോ മെൻഡസിൻ്റെ പാസ് ടു ബർക്കോള ബോക്സിലോട്ട് കട്ട് ചെയ്തിടുന്നു. അത് വന്ന് നമ്മൾ നോക്കാനായിട്ടാണ്. ഡെമ്പല്ല ഫിനിഷ് ചെയ്യുന്നു. 7-2 ഡെമ്പല്ല ബെഞ്ചിൽ നിന്ന് ഇറങ്ങി ഗോൾ സ്കോർ ചെയ്തു. എല്ലാം അടിപൊളി. കുറേ വെടിച്ചില്ല ഗോളുണ്ട്. ലെവർകൂസനെ കീറിയെന്ന് തന്നെ പറയേണ്ടി വരും. ഒന്നും പറയാനില്ല. കംപ്ലീറ്റ് ഡോമിനേഷൻ ഫ്രം PSG. അതുപോലെ തന്നെയാണ് മറ്റൊരു മാച്ചിൽ നാപ്പോളിനെ നാണം കെടുത്തി വിട്ടു PSV എന്ന് പറയേണ്ടി വരും. PSV 6-2 നാപ്പോളിയെ തോപ്പിച്ചു. ഈ നാപ്പോളിയുടെ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. ലോറൻസോ ലൂക്കയാണ് സെൻട്രൽ ഫോർവേഡായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഹോയിലൻഡും അവൈലബിൾ അല്ല, ലുക്കാക്കോ അവൈലബിൾ അല്ല. ലോറൻസോ ലൂക്ക ലാസ്റ്റ് മാച്ചിൽ ടൊറീനോയ്ക്ക് അഗേൻസ്റ്റും റിയലി ബാഡായിരുന്നു. ആ മാച്ച് 1-0 നാപ്പോളി തോറ്റു. ഇന്നലെയും ലോറൻസോ ലൂക്ക റിയലി ഡ്രെഡ്ഫുൾ ആയിരുന്നു. ആൾ റെഡ് കാർഡും കിട്ടിപ്പോയി. മക്ടോമിനെ 2 ഗോളും മറ്റുമൊക്കെ വന്നു. പക്ഷേ അംഗ്വേസ, കെവിൻ ഡിബ്രൂന, ബില്ലി ഗിൽമോർ, ലോറൻസോ ലൂക്ക, മക്ടോമിനി, സ്വിനസോള ഇത്രയും നല്ല പ്ലേയേഴ്സ് ഇഷ്ടം പോലെ പിച്ചിലുണ്ട്. പോളിറ്റാനോ, സാവിച്ച് ഗോൾ കീപ്പറായിട്ട്. ഇറ്റ്സ് എ ഗുഡ് ടീം. എന്നിട്ടും കുറച്ച് ഇഞ്ചറി കൺസേൺ ഉണ്ടെന്ന് പറഞ്ഞാലും എന്നിട്ടും 6-2 പോയി വാങ്ങിക്കും. ഇപ്പം ആൻ്റോണിയോ കോണ്ടെ ആൻഡ് യൂറോപ്പ് തമ്മിൽ ഒത്തുപോകത്തില്ല എന്ന് നമുക്കറിയാം. അത് തന്നെയാണ് ഇപ്പം കാണുന്നത്. ക്ലിയർലി ലീഗ് മാത്രമല്ല യൂറോപ്പും ലക്ഷ്യം വെച്ചുള്ള ഒരു ട്രാൻസ്ഫർ വിൻഡോ തന്നെയാണ് ഇപ്പം നടത്തിയത്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഡി ലോറൻസ് നടത്തിയെന്നുള്ള കാര്യത്തിൽ നമുക്ക് 100% ഉറപ്പാണ്. ഐ തിങ്ക് ഡി ലോറൻസ് വോണ്ട് ബി ഹാപ്പി വിത്ത് ദിസ് പെർഫോമൻസ്. ഡി ലോറൻസിനെ ഇന്ന് മിക്കവാറും താമസിക്കാതെ കോണ്ടയ്ക്ക് ഒരു വാർണിംഗ് സിഗ്നൽ വരുന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. ഇങ്ങനെ ആണെങ്കിൽ ഇറ്റ് വാസ് എ റിയലി ബാഡ് പെർഫോമൻസ് ഫ്രം നാപ്പോളി. 6-2 തോക്കുക. ഞാൻ വലിയ ഡാർക്ക് ഹോഴ്സ് ആവാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ തള്ളിയതാണ്. ആൻ്റോണിയോ കോണ്ടെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ ഇത്രയും പൈസ ഇറക്കി മേ ബി പുള്ളി എന്തെങ്കിലും ചേഞ്ച് ഓഫ് പ്ലാൻ
എവിടെ നിന്ന് റിയലി മോശം പെർഫോമൻസ് ഒന്നും പറയില്ല. അതുപോലെ തന്നെ മറ്റൊരു മത്സരത്തിൽ കോപ്പൻഹേഗനെ 4-2 ബൊറൂസിയ ഡോർട്ട്മുണ്ട് തോപ്പിക്കുന്ന സിനാരി നമ്മൾ കണ്ടു. ആൻഡ് നമ്മച്ചയുടെ 2 ബെൻസിബാനിയും അതുപോലെ തന്നെ ഫാബിയോ സിൽവയാണ് ഗോളുകൾ സ്കോർ ചെയ്തത്. ജോബ് ബെല്ലിംഗം സ്റ്റാർട്ട് ചെയ്തൊരു മാച്ചായിരുന്നു. ഇറ്റ് വാസ് ഗുഡ് ടു സി. ആൾക്ക് ഒത്തിരി ക്രിറ്റിസിസം കിട്ടിയിരുന്നു ഡെർ ക്ലാസിക്കറിന് ശേഷം. ആൻഡ് കോച്ച് ആളെ ബാക്ക് ചെയ്ത് ഇന്നത്തെ മാച്ച് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് മറ്റൊരു മത്സരത്തിലോട്ട് വരുമ്പം ഇന്റർ മിലാൻ യൂണിയൻ സെൻ ഗലനോസ് പ്രൊണൗൺസിയേഷൻ ആണെന്ന് തോന്നുന്നു, അവരെ 4-0 ചോപ്പിച്ചു വിട്ടിട്ടുണ്ട്. ലൗത്താറോയുടെ ഗോൾ വന്നു. ആൻഡ് എസ്പസീറ്റോ എന്ന് പറയുന്ന ഒരു യങ്സ്റ്റർ 20 വയസ്സുകാരൻ, പുള്ളിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കോച്ച്. ഇന്നലെ ആൾ ഗോൾ സ്കോർ ചെയ്തു. അതുപോലെ തന്നെ ഹക്കീം ചരഞ്ഞകുളുവിൻ്റെ ഗോൾ വരുന്ന സിനാരി നമ്മളുണ്ട്. സോ ഓവറോൾ ഡംഫേഴ്സും അസ് യൂഷ്വൽ അടിക്കണമല്ലോ. സോ ഈ എസ്പസീറ്റോ പോലത്തെ യങ്സ്റ്റേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം പോസ്റ്റ് മാച്ച് ആണെങ്കിൽ ചീവു പറഞ്ഞത് അതാണ്, ഞാൻ നെയിംസ് നോക്കുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പം ഫാബ്രീസിയോ ആ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്, അത് നെയിംസ് നോക്കുന്നില്ല. വിച്ച് വാസ് ഗുഡ് ടു സി. അവിടെ വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും പുള്ളി ആ യങ്സ്റ്ററിനെ ട്രസ്റ്റ് ചെയ്യുന്നത് കാണാൻ നല്ല രസമുണ്ട്. ആൻഡ് ഈസ് പ്രൊഡ്യൂസിങ് റിസൾട്ട്. അടുത്തൊരു ഇറ്റാലിയൻ വണ്ടർ കിഡ് വരട്ടെ അല്ലേ. ഇറ്റലിക്ക് ശരിക്കും ഒരു സെൻട്രൽ ഫോർവേഡിൻ്റെ വളരെ അത്യാവശ്യമുണ്ട് ഈ വേൾഡ് കപ്പിലോട്ട് വരുമ്പോൾ. സോ ലെറ്റ്സ് സി എങ്ങനെ പോകുന്നു. ഇന്റർ കളിച്ച 3 മാച്ചും ജയിച്ചിട്ടുണ്ട്. ആൻഡ് ലീഗിലാണെങ്കിൽ ഇപ്പോൾ അവരൊരു വിന്നിങ് റണ്ണിലാണ്. ഓക്കെ, ലീഗ് സ്റ്റാർട്ടിൽ അവർ 4 അറ്റ് ദ ബാക്കും മറ്റുമൊക്കെ പോയി ഒന്ന് പാളിയെങ്കിലും പിന്നീട് 3 അറ്റ് ദ ബാക്ക് ആളുടെ കംഫർട്ട് സോണിലോട്ടൊക്കെ പോയി ഇപ്പോൾ ഈ ലീഗിലും കുഴപ്പമില്ലാത്ത റണ്ണിലാണ്. ആൻഡ് ഇപ്പം ചാമ്പ്യൻസ് ലീഗ് കളിച്ച 3 മാച്ചും ജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ന്യൂകാസിൽ യുണൈറ്റഡ് ഇന്നലെ ബെൻഫീക്കനെ 3-0 തോപ്പിക്കുന്ന ഒരു സെനാരി നമ്മളുണ്ട്. ഹാർവി വാൻസിൻ്റെ ഡബിളും ഗോർഡൻ്റെ ഒരു ഗോളും അസിസ്റ്റും നിക് പോപ്പിന് ഒരു അസിസ്റ്റ് കിട്ടി. മാച്ചിലോട്ട് വരുമ്പോൾ കംഫർട്ടബിളി 3-0 ബെൻഫീക്കനെ തോപ്പിച്ചു വിട്ടു ആര്, ന്യൂകാസിൽ യുണൈറ്റഡ്. ഇതൊക്കെയാണ് ഇന്നലെ നടന്ന മാച്ചുകളും വിശേഷങ്ങളും. ഞാൻ എന്തെങ്കിലും വിട്ടുപോയില്ല, ഓൾമോസ്റ്റ് എല്ലാ മാച്ചും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ എന്താണ് നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻസ് എന്ന് പറയാം. സോ ഫാർ 3 മാച്ച് ഡേ വീക്സ് കഴിയുമ്പോഴേക്കും ഏത് ടീമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ആർസണലും ബയൺ മ്യൂണിക്ക് ഇന്ന് ഇറങ്ങുന്നുണ്ട്. റയൽ മാഡ്രിഡ് ഇന്ന് യുവൻറ്റസിന് അഗേൻസ്റ്റ് ഇറങ്ങുന്നുണ്ട്. സോ ഇന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ മത്സരങ്ങളുണ്ട്. സോ ലെറ്റ്സ് സി. ആർസണൽ കളിച്ച 3 മാച്ചും ജയിച്ചിട്ടുണ്ട്. ഇന്റർ മിലാനും കളിച്ച 3 മാച്ചും ജയിച്ചിട്ടുണ്ട്. നല്ലൊരു സ്റ്റാർട്ട് ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയാം ഇതിലോട്ട് വരുമ്പോഴേക്കും. സോ നമുക്കപ്പം മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.